എൻ്റെ അസുഖങ്ങളൊക്കെ മാറി ഞാൻ ആത്മാവായിട്ട് ഞാൻ എവറസ്റ്റിൻ്റെ മുകളിൽ ഓടി കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു അമേരിക്കക്കാരൻ വിളിച്ചു, വാട്ട് ദ ഹെൽ ആർ യു ഡൂയിങ് ഷെയ്ക്ക് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. 60 ഡിഗ്രി സ്ലോപ്പിൽ -30 ഡിഗ്രിയിൽ വെളുപ്പിന് 3 മണിക്ക് മരണത്തോട് മല്ലിട്ടിങ്ങനെ നിൽക്കുക. അപ്പോൾ താഴെ നിന്ന് വരുന്നവരോടൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഓക്സിജൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവരും ഒരു സിലിണ്ടർ ആരും നമുക്ക് തരത്തുമില്ല. എനിക്ക് മനസ്സിലായി ഞാൻ മരണത്തിലേക്ക് പോകാമെന്ന് മനസ്സിലായി. ശ്വാസം കിട്ടാതെ ഞാനിങ്ങനെ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങേര് എന്ത് ചെയ്തു, അങ്ങേരുടെ ഓക്സിജൻ സിലിണ്ടറും അങ്ങേരുടെ മാസ്കും എനിക്ക് തന്നു. അത് വെച്ചിട്ടാണ് ഞാൻ 20 മീറ്റർ മേളിലേക്ക് കയറിയത്. ഞാൻ ഈ റോക്കിൻ്റെ മണ്ടയ്ക്ക് 3-4 പ്രാവശ്യം തെന്നി അടിച്ച് വീണ് ഈ ഡെഡ് ബോഡിയുടെ കൂടൊക്കെ പോയി ഉരുണ്ടടിച്ച് വീണ് കിടന്ന് എൻ്റെ കാലിൽ ഒരു ക്രാമ്പോൺ ഒരു തെറിച്ചങ്ങ് പോയി. ഈ 8800 മീറ്ററിലെ കഥയാണ് പറയുന്നത്. ക്രാമ്പോൺ ഇല്ലാതെ നമ്മൾ മഞ്ഞിൽ ചവിട്ടി കഴിഞ്ഞാലുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ ചവിട്ടുന്ന പോലെ തെന്നി അടിച്ച് വീഴുന്ന ഉറപ്പാണ്. പക്ഷേ ഈ ദെനാലിയിൽ നമ്മൾ 21 ദിവസമുള്ള ഭക്ഷണവും നമ്മൾ ഉപേക്ഷിക്കുന്ന വേസ്റ്റും നമ്മുടെ മാലിന്യവും നമ്മുടെ വിസർജ്യവും എല്ലാം നമ്മൾ തന്നെ ക്യാരി ചെയ്യണം. 70 കിലോ നമ്മൾ തന്നെ ദെനാലിയിൽ ക്യാരി ചെയ്യണം 21 ദിവസം. എൻ്റെ പുറത്തെ ഒരു എല്ല് വരെ പൊട്ടുന്ന അവസ്ഥ വന്നു. പൂവ് നമ്മൾ ഇതിനകത്ത് കളക്ട് ചെയ്തുകൊണ്ട് വന്നു. ഒരു പ്രത്യേകതരം പൊടിയും തരും. നാസയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം പൊടി തരും. ഈ പൊടി ഇട്ട് കഴിഞ്ഞാൽ ഈ നാറ്റമൊക്കെ പോകുന്നുണ്ട്. തിരിച്ചു കൊണ്ടുവന്ന് ഒരു തൂക്കി നോക്കും. വെയിറ്റ് കുറവാണ് അവന്മാർ നമുക്ക് ഫൈൻ അടിക്കും. കാരണം അത്രയ്ക്ക് അവരാണ് പ്രിസ്റ്റീൻ ആയിട്ടുള്ള സ്ഥലമാണ്. അവരവിടെ ഉപേക്ഷിക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഗ്ലൗസ് ഊരി ഒരു 15 സെക്കൻഡ് ഞാൻ ഫോട്ടോ വീഡിയോ എടുത്ത് തിരിച്ചു വെച്ചപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ഫ്രോസ്റ്റ് ബൈറ്റ് ആയി. എൻ്റെ 2 വിരൽ മുറിച്ച് കളയേണ്ട അവസ്ഥയായി. ഗ്ലൗസ് ഊരാൻ പറ്റത്തില്ല. അങ്ങനെ ഡേഞ്ചറസ് ആയിട്ട് ആ എക്സ്പെഡീഷൻ ചെയ്തു. വേറെ ലെവല്. ചിരിക്കണോ കരയണോ ഓടണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. വിശ്വസിക്കത്തില്ല ആരും ഞാൻ ഈ പറയുന്നത്. ഞാൻ പക്ഷേ ഈ എവറസ്റ്റിൻ്റെ ക്യാമ്പ് 4 എവറസ്റ്റിൻ്റെ മുകളിൽ വരെ കയറിട്ടിട്ടുണ്ട്, റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റോപ്പിനകത്ത് നമ്മളൊരു ജുമാർ എന്ന് പറഞ്ഞ സാധനം അറ്റാച്ച് ചെയ്തിട്ടാണ് മേലോട്ട് കയറി പോകുന്നത്. അപ്പം ഒരാൾ ഇപ്പോൾ എവറസ്റ്റിൽ ക്യൂ ഒക്കെ ആണെന്ന് പറയത്തില്ലേ, വലിയ ക്യൂ ആണെന്ന് പറയത്തില്ല. അപ്പോൾ ഒരാളെ ഓവർടേക്ക് ചെയ്ത് മറ്റൊരാൾ പോകാറില്ല, പുറകിലെ പോകാറുള്ളൂ. ഞാനിത് ഈ 15 ഓക്സിജൻ കയറ്റിയിട്ട് ഞാൻ ഈ റോപ്പിൽ പിടിക്കാതെ എവറസ്റ്റിന് മുകളിലേക്ക് രാത്രി ഓടി കയറുകയായിരുന്നു. ഇത്ര വലിയ ഡേഞ്ചർ പരിപാടി വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം ആ റോപ്പ് ഇട്ടിട മാത്രമേ സേഫ് ആയിട്ടുള്ളൂ. ബാക്കി സ്ഥലത്ത് എന്താണെന്ന് പോലും അറിയത്തില്ല. രാത്രിയാണ് പോകുന്നത്, -30 ഡിഗ്രി തണുപ്പാണ്. നമ്മുടെ തലയിൽ ടോർച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ആർക്കും നമ്മുടെ മുഖം കാണാൻ പറ്റത്തില്ല. ഈ ടോർച്ചിൻ്റെ വെളിച്ചം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഈ സമയത്ത് ഞാൻ ഓടി കയറുകയായിരുന്നു മേലോട്ട്, എവറസ്റ്റിൻ്റെ മുകളിലോട്ട്. അപ്പോൾ എൻ്റെ കമ്പനിക്കാർക്ക് അറിയാം, എൻ്റെ ഡ്രസ്സ് കാണുമ്പോൾ പറയും ഞാനാണ്. അപ്പോൾ ഒരു അമേരിക്കക്കാരൻ വിളിച്ചു, വാട്ട് ദ ഹെൽ ആർ യു ഡൂയിങ് ഷെയ്ക്ക് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ സാധനം കിട്ടി ഭയങ്കര എനർജി ആയല്ലോ, അതവർക്ക് അറിയത്തില്ല. എൻ്റെ അസുഖങ്ങളൊക്കെ മാറി ഞാൻ ആത്മാവായിട്ട് ഞാൻ എവറസ്റ്റിൻ്റെ മുകളിൽ ഓടി കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എവറസ്റ്റിൻ്റെ മുകളിൽ 6 മണിക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എവറസ്റ്റിൻ്റെ നിഴൽ ഇങ്ങനെ താഴെ കാണാൻ പറ്റും, പിരമിഡ് ഷേപ്പിൽ. അപ്പോൾ അത് എന്നെ ഒരു ഫോട്ടോഗ്രാഫർ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ വിചാരിക്കും, ഈ 6 മണിക്ക് എവറസ്റ്റിൻ്റെ മുകളിൽ എത്തിയിട്ട് ഈ നിഴൽ കാണണം. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 മണിക്കൂർ കൊണ്ട് എവറസ്റ്റിൻ്റെ മുകളിലെത്താം. കാരണം ഞാൻ അത്രയ്ക്ക് പോസിറ്റീവായിട്ട് ഓടി കയറുകയാണ്. കാരണം ഞാൻ ഉദാഹരണം പറയാം, അവരൊരു 10 സ്റ്റെപ്പ് വെച്ചിട്ടാണ്, 10 ശ്വാസം എടുത്തിട്ടാണ് അപ്പോൾ ഒരു സ്റ്റെപ്പ് വെക്കുന്നതെന്ന് കൂട്ടിക്കും. 10 ശ്വാസം എടുത്തിട്ട് ഒരു സ്റ്റെപ്പ്, ഞാൻ ഒരു ശ്വാസം എടുത്തിട്ട് ഒരു സ്റ്റെപ്പ് വെക്കുക. അതിൻ്റെ അർത്ഥം ഞാൻ അവരെക്കാളും 10 ഇരട്ടി വേഗതയിൽ എവറസ്റ്റിന് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. 2022 മെയ് 14 വെളുപ്പിന് 2:30-3 മണിക്കത്തെ സമയമാണ് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കയറി എവറസ്റ്റിന് ബാൽക്കണി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് 8400 മീറ്ററിൽ. ഈ ബാൽക്കണിയുടെ താഴെ ഒരു 20 മീറ്റർ വെച്ചിട്ട് എൻ്റെ ഓക്സിജൻ സിലിണ്ടർ തീർന്നു. ഒരിക്കലും തീരാൻ പാടില്ല. കാരണം ഇവൻ ഫുള്ള് വെച്ച് തന്നുകൊണ്ട് ഞാൻ ഓടി കയറിയിട്ട് പോലും ഞാൻ അവരെക്കാളും 10 ഇരട്ടി വേഗതയിലായിട്ട് പോലും അവിടെ എത്തിയപ്പോൾ സിലിണ്ടർ തീർന്നു. ഓക്സിജൻ തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഇങ്ങനെ കാറ്റ് പോയ ബലൂണിനെ പോലെയാകും. നമ്മൾ തളർന്ന് അവിടെ വീഴും. പുറത്ത് ഓക്സിജനും ഇല്ല. ഈ വലിച്ചു കയറ്റിയ ഓക്സിജൻ എനർജി ഒന്നും പിന്നെ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ അവിടെ ഒരു 55-60 ഡിഗ്രി സ്ലോപ്പിൽ -30 ഡിഗ്രിയിൽ വെളുപ്പിന് 3 മണിക്ക് മെയ് 15 വെളുപ്പിന് 3 മണിക്ക് മരണത്തോട് മല്ലിട്ടിങ്ങനെ നിൽക്കുക. ഞാനൊരു ശരീരത്തിൽ നിന്നൊരു അറ്റാച്ച്മെൻറ്റ് റോപ്പ് ഞാൻ അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുഴിയിലേക്ക് പോകത്തില്ല. ഞാൻ വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ സേഫ്റ്റി ഇട്ടിട്ടുണ്ട്. അപ്പോൾ താഴെ നിന്ന് വരുന്നവരോടൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഓക്സിജൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ആർക്കും എൻ്റെ മുഖം കാണാനും പറ്റത്തില്ല. കാരണം എൻ്റെ മുഖത്ത് ലൈറ്റ് ഇരിക്കുകയല്ലേ, ഇരുട്ടാണ്, ആർക്കും ഒന്നും മനസ്സിലാകാതെ. എല്ലാവരുടെയും ഒരു സിലിണ്ടറിൽ ആരും നമുക്ക് തരത്തുമില്ല. അപ്പം ആ സിറ്റുവേഷനിൽ ഞാനിങ്ങനെ എൻ്റെ ഇടത്തെ കൈയും ഇടത്തെ കാലും വലത്തെ കാലും മരവിച്ചു. വലത്തെ കൈ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. എനിക്ക് മനസ്സിലായി ഞാൻ മരണത്തിലേക്ക് പോകാമെന്ന് മനസ്സിലായി. പക്ഷേ എനിക്ക് വിഷമങ്ങളും ദേഷ്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഒരു വല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു ആ സമയത്ത്. മരിക്കുമെന്ന് എനിക്ക് ഉറപ്പായി. പക്ഷെ ആ സമയത്തും ഞാൻ ആഗ്രഹിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വലിയ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറുമാണ്. വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാം എടുക്കാൻ ഇഷ്ടമാണ്. അതാണ് എൻ്റെ വലിപ്പം. അപ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും ഞാനൊരു ഗോപ്രോ കാണും. അപ്പം എനിക്ക് എപ്പോഴും ഉള്ള വിഷമം വെച്ചാൽ ആ സമയത്ത് ഇതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. ഞാൻ മരിക്കാൻ പോകുന്നത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ, ലോകത്തിൽ ആദ്യമായിട്ടാണ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അതായിരുന്നു എൻ്റെ ആ സമയത്തെ വിഷമം. ആ സമയത്ത് എൻ്റെ പഴയ മെമ്മറീസൊക്കെ ഇങ്ങനെ ഫ്ലാഷ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. സെറീനായിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആണ്. താഴെ നോക്കിക്കഴിഞ്ഞാൽ കുഴിയാണ്. ഒരു 55 ഡിഗ്രിയിൽ ഇങ്ങനെ താഴോട്ട് സ്ലോപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്.
താഴെ നിന്ന് കയറി വരുന്നവരുടെ ചെറിയ വെളിച്ചം മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. മഞ്ഞ് കാറ്റിങ്ങനെ നമ്മളെ തഴുകി പൊക്കോണ്ടിരിക്കുകയാണ്. മഞ്ഞ് കാറ്റ് വന്നിട്ട് ഇങ്ങനെ മഞ്ഞിനെ കൂടെ കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ ദേഹത്തെല്ലാം മഞ്ഞാവും. അതിങ്ങനെ ആ സമയത്ത് സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത്. ആ സമയത്ത് ഈ ബേസ് ക്യാമ്പ് വെച്ച് പരിചയപ്പെട്ട ഒരു ഷെർപ്പയുണ്ട്. പുള്ളിക്കാരൻ്റെ DJ-യുടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു, ഇങ്ങനെ കറങ്ങുന്ന ഒരു ക്യാമറ. അപ്പോൾ പുള്ളിക്കാരൻ ഇത് വെച്ചുള്ള വീഡിയോസൊക്കെ എന്നെ കാണിച്ചു തന്നപ്പോൾ ഞാൻ GoPro കാണിച്ചപ്പോൾ ഞങ്ങൾ അതിന് ഫ്രണ്ട്സായി. പുള്ളിക്കാരൻ ബ്രിട്ടീഷ് ക്ലൈംബറെ കൊണ്ട് ആ സമയത്ത് കയറി വരിക. പുള്ളിക്കാരൻ എന്നെ മനസ്സിലായിട്ട് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ മുകളിലേക്ക് പോയി. 20 മീറ്റർ മുകളിൽ എവറസ്റ്റിലെ ബാൽക്കണിയാണെന്ന് പറഞ്ഞില്ലേ, അവിടെ ഞങ്ങളുടെ അടുത്ത സിലിണ്ടർ ഇരിപ്പുണ്ട്. 20 മീറ്റർ എന്ന് വെച്ചാൽ വോളാണ്, നമുക്ക് മേളിലോട്ട് കയറാൻ പാടാം. 90 ഡിഗ്രി വോളാണ്. ഇവിങ്ങേര് പോയിട്ട് ഞങ്ങളുടെ ഷെർപ്പയോട് പറയുന്നു, ഇതുപോലെ താഴെ ഒരാൾ ചാവാൻ കിടപ്പുണ്ട്, നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ രക്ഷപ്പെടുത്താം. പുള്ളിക്കാരൻ്റെ ക്ലയൻറ്റിനെ കൊണ്ട് പോവുക. അപ്പോൾ ആ ഷെർപ്പ മേളിൽ നിന്ന് ഓക്സിജൻ സിലിണ്ടറായിട്ട് താഴേക്ക് വരുന്നു. താഴെ വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഈ ഓക്കെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് വലത്തെ കൈ മാത്രമേ പൊക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ താഴെ നിന്ന് എൻ്റെ ഷെർപ്പയെ പ്രതീക്ഷിച്ചിരിക്കുക. ഞാനിങ്ങനെ സൂപ്പർമാനായിട്ട് പറന്ന് കയറി വന്നുകൊണ്ട് ഷെർപ്പയ്ക്ക് എൻ്റെ കൂടെ പിടിക്കാൻ പറ്റില്ല. പണ്ട് സ്പീഡിൽ ഓടിക്കൊണ്ടിരുന്ന ഷെർപ്പ ഇപ്പം താഴെയാണ്. അവൻ്റെ കയ്യിൽ ഒരു സിലിണ്ടർ ഉണ്ട്, അത് വേണം എനിക്ക് തരാം. പക്ഷെ ഞാൻ പ്രതീക്ഷയ്ക്ക് താഴോട്ടാണ് നോക്കുന്നത്. കാരണം അവൻ വരും, ഓരോരുത്തർ പോകുമ്പോൾ ഈ ഷെർപ്പയുടെ മുഖമാണോ എന്ന് ഞാൻ നോക്കും. ദുഷ്ടനായ ഷെർപ്പയാണെങ്കിലും ഇവൻ്റെ മുഖമാണോ നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കും. പക്ഷേ ആ ഷെർപ്പ അല്ല വരുന്നത്, മേളിൽ നിന്ന് വേറൊരു ദേവദൂതനായിട്ടുള്ള ഷെർപ്പ താഴേക്ക് വരുന്നു. ഈ ഷെർപ്പ വന്നിട്ട് ഈ സിറ്റുവേഷനിൽ വന്ന് എൻ്റെ അടുത്ത് ഇരിക്കുന്നു. അപ്പം അങ്ങനെ ഓക്സിജൻ സിലിണ്ടറും ഒരു റെഗുലേറ്ററും ഉണ്ട്. അപ്പോൾ ഇത് എൻ്റെ റെഗുലേറ്ററുമായിട്ട് ഈ സിലിണ്ടർ കണക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ പറ്റുന്നില്ല. മീൻസ് ഈ റെഗുലേറ്ററിൻ്റെ ത്രെഡിലും ഓക്സിജൻ സിലിണ്ടറിൻ്റെ ത്രെഡിലും -30 ഡിഗ്രിയിൽ ചെറിയ രീതിയിൽ ഐസ് ഘനീഭവിക്കും. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് തമ്മിൽ കണക്റ്റ് ആവത്തില്ല. കണക്റ്റ് ആയാലും ഓക്സിജൻ ലീക്ക് ആവും. അപ്പോൾ അയാൾ 2 റെഗുലേറ്റർ ട്രൈ നോക്കിയിട്ടും പറ്റിയില്ല. അപ്പോൾ എൻ്റെ ശ്വാസം കിട്ടാതെ ഞാൻ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുക. ശ്വാസം കിട്ടാതെ പിടഞ്ഞുകൊണ്ടിരിക്കുക എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ശ്വാസം കിട്ടാതെ ഞാനിങ്ങനെ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങേര് എന്ത് ചെയ്തു, അങ്ങേരുടെ ഓക്സിജൻ സിലിണ്ടറും അങ്ങേരുടെ മാസ്കും എനിക്ക് തന്നു. അത് വെച്ചിട്ടാണ് ഞാൻ 20 മീറ്റർ മുകളിലേക്ക് കയറിയത്. അപ്പോൾ ചോദിക്കും, അങ്ങേർക്ക് വല്ലതും പ്രശ്നമുണ്ടോ എന്ന്. ഈ ഷെർപ്പന്മാരെന്ന് പറഞ്ഞാൽ 5000 മീറ്റർ 4500 മീറ്റർ ജനിച്ച് വളരുന്ന ആൾക്കാർ. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ തന്നെ ജീവികളാണ്. നമുക്ക് മനുഷ്യന്മാരാന്ന് പോലും പറയാൻ പറ്റത്തില്ല. കാരണം അവരുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി, അവരുടെ ശരീരത്തിനകത്തെ എന്താ പറയുക ഘടനയെല്ലാം വ്യത്യാസം. അവർ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിന് വേണ്ടി ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരാണ്. അവർ ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ സബ്മിറ്റ് വരെ ചെയ്യുന്നവരുണ്ട്. 28 പ്രാവശ്യം സബ്മിറ്റ് ചെയ്തൊരു കാമി റീത്ത ഷെർപ്പയുണ്ട്. അപ്പോൾ ഇവർക്കത് പ്രശ്നമില്ല. അതെനിക്ക് തന്നിട്ട് ഞാൻ 20 മീറ്റർ മേളിലേക്ക് കയറുക. 20 മീറ്റർ മേളിലെത്തിയിട്ടാണ് എനിക്ക് എൻ്റെ സിലിണ്ടർ ഞാൻ എടുത്ത് വെക്കുന്നത്. അങ്ങനെ ആ ഷെർപ്പ വന്ന് എന്നെ രക്ഷപ്പെടുത്തിയതാണ് എൻ്റെ ജീവിതത്തിലെ ഒരു ശരിക്കും എനിക്ക് രണ്ടാമൊരു ചാൻസ് കിട്ടിയതാണ്. ആ ഒരു ചാൻസിന് ശേഷമാണ് എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചത്. കാരണം ഞാൻ മരിച്ചു പോകേണ്ടതാണെന്ന്. ഞാൻ മരിച്ചു പോകാതെ എവറസ്റ്റിൻ്റെ മുകളിലേക്ക് എത്തിയതും അവിടെ തിരിച്ചു വന്നതും എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പർപ്പസ് ഇതുവരെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലും ഞാൻ അതിനുവേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അന്നും ഞാൻ മരിച്ചു പോകേണ്ട ആളാണ്. എനിക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടിയതാണ്. അതിനുശേഷം ഞാൻ എവറസ്റ്റിൻ്റെ മുകളിലേക്ക് വീണ്ടും പോകും. അന്ന് രാത്രിത്തെ കഥ ഒരു സിനിമ ആക്കാനുള്ള കഥയുണ്ട്. അന്ന് രാത്രി വീണ്ടും മുകളിലേക്ക് പോകുക. അപ്പോൾ എവറസ്റ്റിന് വേണ്ടി ഹിലാരി സ്റ്റെപ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഹിലാരി സ്റ്റെപ്പ് ഇതാണ് ലാസ്റ്റ് കടമ്പ. ഇതിൻ്റെ മുകളിലോട്ടാണ് സമ്മിറ്റ് റിഡ്ജിലേക്ക് കയറുന്നത്. റിഡ്ജ് എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ നടന്ന് അതിന് മുകളിലെത്തുന്നത്. സമ്മിറ്റ് റിഡ്ജിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പുള്ള ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പോർഷനാണ് ഹിലാരി സ്റ്റെപ്പ്. ഹിലാരി സ്റ്റെപ്പിന് താഴെ ഒരു വലിയ ലൈം സ്റ്റോൺ റോക്ക് കിടപ്പുണ്ട്. അപ്പോൾ ഈ റോക്ക് കടഞ്ഞാൽ മാത്രമേ നമുക്ക് ഹിലാരി സ്റ്റെപ്പിലേക്ക് കയറാൻ പറ്റൂ. ഈ ലൈം സ്റ്റോൺ റോക്കിൻ്റെ തൊട്ടവിടെ ഡെഡ് ബോഡി കിടപ്പുണ്ട്. ഞാൻ പോകുന്ന വഴിക്ക് 3-4 ഡെഡ് ബോഡി കണ്ടെങ്കിൽ ഇത് നമ്മുടെ പോകുന്ന സൈഡിൽ തന്നെയാണ് കിടക്കുന്നത് ഈ ബോഡി. അപ്പം ഈ ഡെഡ് ബോഡി തട്ടാതെ വേണം നമ്മൾ ഹിലാരി സ്റ്റെപ്പിലേക്ക് പോകാൻ. 2 കയറാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. വലതുവശത്തൊരു കയറും ഇടതുവശത്തൊരു കയറുണ്ട്, റോപ്പ്. അപ്പോൾ ഞാൻ ഇടതുവശത്തെ റോപ്പിൽ എൻ്റെ ജുമാർ അറ്റാച്ച് ചെയ്ത് ഞാൻ പോയി. പക്ഷേ അത് റോങ് റോപ്പായിരുന്നു. ശരിക്കും റൈറ്റ് റോപ്പ് വേണമായിരുന്നു പോകാൻ. അപ്പോൾ ഈ റോപ്പിൽ കൂടെ പോകുമ്പോൾ ഈ ഡെഡ് ബോഡിയുടെ അടുത്തുകൂടെ വേണം പോകാൻ. അപ്പോൾ ഞാൻ ഈ ലൈം സ്റ്റോൺ റോക്ക് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഈ ക്ലൈംബ് ചെയ്യുന്ന ആൾക്കാർ ക്ലൈംബിങ് ബൂട്ടിൻ്റെ അടിയിലേ ഒരു വലിയ മുള്ളു പോലുള്ള സാധനമാണ്, ക്രാമ്പോൺ എന്നാണ് പറയുന്നത്. അത് വെച്ചിട്ടാണ് മഞ്ഞിലൂടെ പോകുന്നത്. ഈ മഞ്ഞിലുള്ള ക്രാമ്പോൺ ഈ റോക്കിൻ്റെ മണ്ടയ്ക്ക് ചവിട്ടി കഴിഞ്ഞാൽ നമ്മൾ തെന്നി അടിച്ച് വീഴും. ഞാൻ ഈ റോക്കിൻ്റെ മണ്ടയ്ക്ക് 3-4 പ്രാവശ്യം തെന്നി അടിച്ച് വീണ് ഈ ഡെഡ് ബോഡിയുടെ കൂടെ പോയി ഉരുണ്ടടിച്ച് വീണ് കിടന്ന് എൻ്റെ കാലിൽ ഒരു ക്രാമ്പോൺ ഒരു തെറിച്ചങ്ങ് പോയി. ഈ 8800 മീറ്ററിലെ കഥയാണ് പറയുന്നത്. എൻ്റെ ഇടത്തെ കാലിലെ ക്രാമ്പോൺ ഒരു തെറിച്ച് പോയി. ക്രാമ്പോൺ ഇല്ലാതെ നമ്മൾ മഞ്ഞിൽ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ ചവിട്ടുന്ന പോലെ തെന്നി അടിച്ച് വീഴുന്ന ഉറപ്പാണ്. ക്രാമ്പോൺ ഇല്ലാതാണ് ഇനി എനിക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളത്. പല ആൾക്കാരും ഈ സബ്മിറ്റിന് 100 മീറ്റർ 50 മീറ്റർ താഴെ വെച്ച് തിരിച്ചു വന്നവരുണ്ട്. കാരണം ഓരോ പ്രശ്നങ്ങൾ മൂലം. അത് സബ്മിറ്റ് ചെയ്യണമെന്നുള്ളതല്ലല്ലോ ലക്ഷ്യം, ജീവനല്ലേ ലക്ഷ്യം. പക്ഷേ എനിക്ക് ജീവനേക്കാളും വലുത് സബ്മിറ്റ് ചെയ്യണമെന്നുള്ളത്. കാരണം എനിക്ക് തിരിച്ചു പോകാൻ ഒരു പോക്കില്ലായിരുന്നു. അപ്പോൾ ഒരു ക്രാമ്പോൺ ഇല്ലാതെയാണ് ഞാൻ അവിടുന്ന് മുകളിലേക്ക് കയറി ഈ ശ്വാസകോശ രോഗം വെച്ചിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും തീർന്നില്ല. എന്നിട്ട് തിരിച്ച് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുക. തിരിച്ചിറങ്ങിയപ്പോൾ ഞങ്ങളുടെ ടീമങ്ങളൊക്കെ പോയി. 20 മിനിറ്റ് എവറസ്റ്റിൻ്റെ മുകളിൽ ഇരുന്ന ശേഷം തിരിച്ച് താഴെ ഞങ്ങളുടെ ടീമങ്ങളൊക്കെ ക്യാമ്പ് 2-ലേക്കും ക്യാമ്പ് 3-ലേക്കും പോയി. ഞാൻ പറഞ്ഞില്ലേ ക്യാമ്പ് 4-ൽ കിടന്ന് ഉറങ്ങരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ എൻ്റെ കൂടെ ഒരു അമേരിക്കക്കാരുണ്ട്, സുബീർ ബക്ഷി എന്ന് പറഞ്ഞിട്ട്, ഞങ്ങളുടെ ടീമിലുള്ള. അപ്പോൾ പുള്ളിക്കാരന് കാലിൽ ക്രാമ്പായിട്ട് പുള്ളിക്കാരൻ സ്പീഡിൽ പോകാൻ പറ്റാതായി.
പുള്ളിക്കാരൻ എഴഞ്ഞൊക്കെ താഴെ ഇറങ്ങിക്കൊണ്ടിരുന്നത്. പുള്ളിക്കാരൻ എഴഞ്ഞ് വന്നപ്പോൾ ക്യാമ്പ് 4 എത്തിയപ്പോൾ തന്നെ രാത്രിയായി. പുള്ളിക്കാരൻ ചോദിച്ചു, എൻ്റെ അടുത്ത് ചോദിച്ചു, നീ കൂടെ എൻ്റെ കൂടെ കിടക്കുമോ എന്ന് ചോദിച്ചു. എനിക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു, താഴോട്ട് ഇറങ്ങാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ശരി കിടക്കാമെന്ന് പറഞ്ഞു. അന്ന് രാത്രി ജീവിതത്തിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് തോന്നിയ രാത്രി. അന്ന് രാത്രി ഞങ്ങളുടെ കൈ പിടിച്ചാണ് കിടക്കുന്നത്. ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ടാണ് കിടക്കുന്നത്. സിലിണ്ടർ തീർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മരിക്കും. രാവിലെ എഴുന്നേക്കൊന്നും ഒരു ഉറപ്പുമില്ല. ഞങ്ങൾ രാത്രി നടക്കാൻ തുടങ്ങിയതാണ്. 2 ലിറ്റർ വെള്ളം മാത്രമേ ഉള്ളൂ. ഒരു മാഗിയും കഴിച്ചിട്ടാണ് വന്നത്. 10-36 മണിക്കൂറായിട്ട് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. ബാക്കി ആരും ആ ക്യാമ്പിലില്ല. കാരണം അവിടെ രാത്രി കിടക്കരുതാത്ത ക്യാമ്പാണ്. അത്ര തണുപ്പും അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ക്യാമ്പാണ്. അന്നൊരു രാത്രി ഞങ്ങൾ അവിടെ കിടന്നു. ഞങ്ങളുടെ ഷെർപ്പയും കിടന്നു. രാവിലെ എഴുന്നേറ്റ് കുറച്ച് വെള്ളം ഷെർപ്പ ചൂടാക്കി തന്നു. രാവിലെ ഞങ്ങൾ കൈ തമ്മിൽ പിടിച്ച് 2 പേരും ഉണർന്നു. 2 പേരും എഴുന്നേറ്റ് വന്നു. അത്ഭുതമായിപ്പോയി. കാരണം ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഞങ്ങൾ എഴുന്നേക്കുമെന്ന്. എന്നിട്ട് ഞങ്ങൾ അടുത്ത ദിവസം താഴേക്ക് ഇറങ്ങി നടന്നു. ഇത്രയും ഒരു ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ്. അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങൾ അതങ്ങ് സംഭവിച്ചു. തിരിച്ചു വന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാതെ ഞാൻ ചെയ്തോ എന്നൊരു ചോദ്യം എന്നോട് തന്നെ ചോദിച്ചിട്ട് ഞാൻ വന്നു. അതിനിടയ്ക്ക് ഒരു ഹാലൂസിനേഷൻ പോലെ പറഞ്ഞത് ഒരു അവതാറിലൊക്കെ കാണുന്ന മാതിരി ഒരു പക്ഷി, വലിയ പക്ഷിയെ കണ്ടു എന്ന് പറഞ്ഞു. അതിപ്പോഴും സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ഹാലൂസിനേഷൻ ആണോ അതെ യഥാർത്ഥത്തിലുള്ളതാണോ? അത് ഞാൻ പറഞ്ഞില്ല, ഓക്സിജന്റെ സിലിണ്ടർ തീർന്നിട്ട് 2ാമത് സിലിണ്ടർ വെച്ചിട്ട് ഞാൻ ഹിലാരി സ്റ്റെപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പം മിനിമം ഓക്സിജനെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ ഇത്ര ഉയരത്തിൽ നമ്മുടെ ശരീരം എക്സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കുറച്ച് ഓക്സിജൻ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ബ്രെയിന് ഹാലൂസിനേഷനിലേക്ക് പോകും. നമുക്ക് കണ്ടിട്ടില്ലാത്ത കണ്ടെന്ന് തോന്നും. അപ്പം എൻ്റെ മനസ്സിൽ കടന്ന് ചിലപ്പോൾ ഇതായിരിക്കാം. താഴെ ഒരു 3000 മീറ്ററിൻ്റെ കൊക്കയാണ്, 3 കിലോമീറ്റർ കൊക്കയിൽ ഇങ്ങനെ താഴെ അവതാറിലെ പക്ഷികൾ പോലെ, മീൻസ് കറുത്ത പക്ഷികളാണ്. അതിങ്ങനെ താഴെ വട്ടമിട്ട് പറക്കുന്നത് ഞാൻ ശരിക്കും കണ്ടതാണ്. താഴെ വന്ന് പറഞ്ഞപ്പോഴാണ് അവർ വിശ്വസിക്കാതായത്. ഞാനത് കാണുന്നുണ്ട്, ആ ചിത്രം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തന്നെയുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായത് അത് ഹാലൂസിനേഷൻ ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ഈ യതി എന്നൊക്കെ പറയുന്നത്. ആൾക്കാർ യതിയെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയത്തില്ലേ. ഇപ്പം നമ്മൾ ഹാലൂസിനേഷൻ വരുന്നതിന് മുമ്പ് എന്ത് വിചാരിച്ചാൽ നമ്മളവിടെ കാണും. അതാണ് സത്യം. കാണുമെന്നല്ല, നമ്മൾ ഫീൽ ചെയ്യും. കാണുന്നത് ഫീൽ ചെയ്യുന്ന വ്യത്യാസമുണ്ടല്ലോ. അപ്പം യതിയെ അങ്ങനെ ആയിരിക്കും ആൾക്കാർ കണ്ടിട്ടുള്ളത്. കാരണം യതിയെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നവരുണ്ട്, പക്ഷെ അതൊന്നും കറക്റ്റ് കൃത്യമായിട്ട് എവിടെയാണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ രൂപം എന്താണെന്നൊന്നും പറയുന്നൊന്നുമില്ല, ഫോട്ടോസൊന്നുമില്ല. അപ്പോൾ ഹാലൂസിനേഷൻസ് ആയിരിക്കാം. കാരണം ഓക്സിജൻ കുറയുന്ന സമയത്ത്, ഇത്രയും തണുപ്പത്ത്, ഇത്രയും ശരീരം ഈ എഫേർട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ കാണാത്തത് കാണും, കേൾക്കാത്തത് കേൾക്കും, അനുഭവിക്കാത്തത് അനുഭവിക്കും, റിയലായിട്ട് ഫീൽ ചെയ്യും. ഈ ജോലിയൊക്കെ വിട്ട് ഇതിലേക്കൊക്കെ പോകുമ്പോൾ നാട്ടുകാരെല്ലാം ചോദിച്ച ചോദ്യമാണ് എന്തിൻ്റെ കേടാണെന്ന് ചോദിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവാം, നമ്മളുടെ ഉള്ളിൽ എന്തോ ഉണ്ട്. ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പോൾ നമ്മൾ വന്നപ്പോഴും സംസാരിച്ചൊരു കാര്യമാണ്, യഥാർത്ഥത്തിൽ എന്തായിരിക്കും അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്, അല്ലെങ്കിൽ മലകളിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിക്ക് കിട്ടുക? പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പിന്നെ ചിലർ ചോദിക്കുന്നത് സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കിട്ടുമോ, മീൻസ് എന്തെങ്കിലും കിക്ക് കിട്ടും. എനിക്കങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒന്നും കിട്ടാറില്ല. ബേസിക്കലി ഞാൻ ആ യാത്ര എൻജോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബേസിക്കലി എനിക്ക് എന്തെങ്കിലും പ്രൊജക്റ്റ് മുന്നിൽ വേണം, എന്നാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. മൗണ്ടൻസ് കയറാൻ എനിക്കറിയാം. അപ്പോൾ ഞാൻ മിക്കവാറും അങ്ങനെയാണ്, ഓരോ പ്രൊജക്റ്റുകളായിട്ട്, എല്ലാ മൗണ്ടൻസും ഓരോ പ്രൊജക്റ്റുകളാണ്. ഒരു രാജ്യത്ത് പോകണം, എന്നിട്ട് അവിടുത്തെ ആൾക്കാരെ പരിചയപ്പെടണം, അതിൻ്റെ റൂട്ട് പഠിക്കണം, അതിൻ്റെ വെതർ പഠിക്കണം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബേസിക്കലി. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാനത് സെലക്ട് ചെയ്ത്. അതെനിക്ക് വർക്കൗട്ട് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുന്നിൽ എന്തെങ്കിലും പ്രതീക്ഷയായിട്ടൊരു നിൽക്കുന്നത് ഈ മൗണ്ടനറിങ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കൂടുതലായിട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ എത്ര രാജ്യങ്ങൾ ഇപ്പോൾ ആയി, ഏതൊക്കെ പർവ്വതങ്ങളായി? എവറസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 2ാമത് ജീവിതം കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ എവറസ്റ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേന് ആൾക്കാർ ഒരുപാട് പേര് അനുമോദിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ടെൻസിങ്ങിന് ഹിലാരിയുടെ പേരിൻ്റെ കൂടെ ചേർത്ത് എൻ്റെ പേരും പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചത്, അപ്പോൾ എൻ്റെ പ്രതീക്ഷ കഴിഞ്ഞു. കാരണം എനിക്കിനി വേറെ ചെയ്യാനില്ല. അതൊരു ഹോപ്പ് ഇല്ലാത്തൊരു മനുഷ്യനെ കൊണ്ട് അവന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യനെ പ്രത്യേകം ആദ്യം കൊടുക്കേണ്ടത് ഹോപ്പാണ്, പ്രതീക്ഷ. എന്തെങ്കിലും നിനക്ക് ചെയ്യാനുണ്ടെന്നുള്ള പ്രതീക്ഷ, എങ്കിൽ മാത്രമേ അവന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഹോപ്പ് കൊടുക്കണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും അടുത്ത പ്രൊജക്റ്റ് മുന്നിൽ വേണം. അപ്പോൾ അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോഴാണ് എവറസ്റ്റ് കഴിഞ്ഞിട്ട് 7 സമ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു പ്രൊജക്റ്റ് ഉണ്ട് മൗണ്ടനേഴ്സിൻ്റെ ഇടയ്ക്ക്. 7 ഭൂഖണ്ഡങ്ങളിലെ ഉയരം കൂടിയ കൊടുമുടികൾ കയറുക എന്നുള്ളൊരു പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എവറസ്റ്റ് കയറി, കിളിമഞ്ചാരോ കയറി, ഇനി 5 എണ്ണം കൂടെ കയറാറുണ്ട്. 5 എണ്ണത്തിൽ കയറണമെങ്കിൽ ഇനി അന്റാർട്ടിക്ക എന്ന് പറഞ്ഞൊരു കടമ്പ കിടപ്പുണ്ട്. അതിന് 60 ലക്ഷം രൂപയുടെ ചിലവാണുള്ളത്. എവറസ്റ്റ് തന്നെ ഞാൻ കടമെടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ കടത്തിൽ മുട്ടി നിൽക്കുമ്പോഴാണ് എൻ്റെ അടുത്ത പ്രൊജക്റ്റ് ഞാൻ മുന്നിലേക്ക് വെക്കുന്നത്, 7 സമ്മിറ്റ് എക്സ്പെഡീഷൻ. ഞാൻ കടം വീട്ടിയിട്ടില്ല, കടം എനിക്ക് ആരും പൈസ തരാമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ഒരു പ്രതീക്ഷ കൊടുത്തു, എടാ ഇത് നിനക്ക് ചെയ്യാം. അപ്പോഴും നമ്മുടെ കൂട്ടുകാരായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറയുന്നു, അത് നിനക്ക് ചെയ്യാൻ പറ്റും, നീ ചെയ്യണം, നമുക്ക് ആദ്യമായിട്ട് ചെയ്യണം എന്നൊക്കെ അവർ ഭയങ്കരമായിട്ട് നമ്മളെങ്ങ് പ്രോത്സാഹിപ്പിക്കും. കാരണം ഞാൻ ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ അവരുടെ ഇടയ്ക്കുന്ന ഒരാളാകുമ്പോൾ അവർക്കൊരു അഭിമാനം, ഞാൻ ചെയ്യുന്നതുകൊണ്ട് എനിക്കും ഒരു സന്തോഷം. പിന്നെ ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റിലെ ജോലി ഉണ്ടെന്ന് പറയുമ്പോഴും എനിക്കറിയാം ഫ്യൂച്ചർ എന്തായിരിക്കും എന്നറിയാം. കാരണം അതൊരു ഗ്രാജുവലായിട്ട് നമുക്ക് അവിടെ നിന്ന് എനിക്ക് സുഖമായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കാം. പക്ഷേ എനിക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാനോ ഒരാളെ ഒന്ന് ഉപദേശിക്കാനോ അല്ലെങ്കിൽ ഒരാൾക്കൊരു പുതിയതായിട്ട് എന്തെങ്കിലും ഐഡിയ കൊടുക്കാനോ എനിക്ക് അവിടെ നിന്നുകൊണ്ട് പറ്റത്തില്ല. എൻ്റെ ജീവിതത്തിൽ എക്സ്പോണൻഷ്യലായിട്ട് ഒന്നും അവിടെ നിന്ന് ഉണ്ടാകത്തില്ലെന്ന് എനിക്കറിയാം.
അതുകൊണ്ടാണ് ഞാൻ ലീവ് എടുത്തിട്ട് ഈ പരിപാടികൾ ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ അവിടെ സുഖമായിട്ട് പോരും ജോലി ചെയ്ത് പൈസ മേടിച്ച് എൻ്റെ കുടുംബത്തെ പുലർത്താം. പക്ഷേ എനിക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ആൾക്കാരായിട്ട് എങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റും? ഒരു യാത്രികരെ കുറിച്ച് പറയുമ്പോൾ അവർ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ സാഹചര്യങ്ങൾ കണ്ടു വന്നിട്ട് മറ്റൊരാളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരാളെയാണ് ഞാൻ യാത്രികരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ചെയ്യണമെങ്കിൽ നമ്മൾ യാത്രകൾ ചെയ്യണം. ആ യാത്രകൾക്ക് എന്തെങ്കിലും ഒരു കൃത്യമായിട്ടൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. വെറുതെ യാത്രയായിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ഈ 7 സമ്മിറ്റ് എക്സ്പെഡീഷൻ എന്ന് പറഞ്ഞ എക്സ്പെഡീഷൻ മുന്നിൽ വെക്കുന്നത് ക്ലൈമറ്റ് ചേഞ്ച് അവയർനെസ് സ്പ്രെഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഒരു ലക്ഷ്യം ഞാൻ മുന്നിൽ വെക്കുന്നു. കാരണം എവറസ്റ്റിൽ പോയ സമയത്ത് ഞാൻ ഈ പറയുന്ന ഒരുപാട് ഫ്രീ ടൈമുകളിൽ ഒരുപാട് പേരായിട്ട് സംസാരിച്ചപ്പോൾ ഈ എവറസ്റ്റ് എന്ന് ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അത് ഗ്ലേഷ്യർ ആണല്ലോ, മൂവിങ് ഗ്ലേഷ്യർ ആണ്. നമ്മളൊരു ടെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ടെൻറ്റ് വേറെ സ്ഥലത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണം വീണ്ടും ടെൻറ്റ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി അവിടുത്തെ ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലേഷ്യർ ലേക്സ് ഉണ്ട്, ഗ്ലേഷ്യറെല്ലാം ഉരുകി ഗ്ലേഷ്യർ ലേക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേദാർനാഥിലും അതായിരുന്നു പ്രശ്നം. ഒരു ഗ്ലേഷ്യർ ലേക്ക് പൊട്ടിയിട്ടാണ് അമ്പലത്തിൽ അപകടം ഉണ്ടായത്. അപ്പോൾ ഈ ഗ്ലേഷ്യർ ലേക്കുകളെല്ലാം തമ്മിൽ അടിയിൽ കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഒരു ലേക്ക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൊത്തം പൊട്ടിയിട്ട് ഈ നേപ്പാളിലെ എത്രയോ ഗ്രാമങ്ങൾ നശിക്കുമെന്നാണ് അവർ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പ്രശ്നമാണെന്നാണ് വിലയിരുത്തൽ. കാരണം ഞാൻ പറഞ്ഞില്ലേ, എവറസ്റ്റ് ബേസ് ക്യാമ്പിലുള്ള വേസ്റ്റിൻ്റെ അവസ്ഥ, ഈ 10,000-4,000 പേര് ഒരു സീസണിൽ പോയി താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂട്, എവറസ്റ്റിൻ്റെ ക്യാമ്പ് 4-ലുള്ള വേസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം മനുഷ്യനുണ്ടാക്കുന്ന തന്നെയാണ്. റെസ്പോൺസിബിൾ ആയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പോകുമ്പോൾ മാക്സിമം വേസ്റ്റ് ഇടാതെ വരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ചില ആൾക്കാർ പണ്ടൊക്കെ ഒറ്റയ്ക്ക് ക്ലൈംബ് ചെയ്യാൻ പോകുമായിരുന്നു. അങ്ങനെ പോകുന്നവർ എന്തെങ്കിലും സാധനം ഡംപ് ചെയ്തിട്ട് തിരിച്ചിങ്ങ് വരും. നമ്മളിപ്പോൾ കമ്പനി വഴി പോകണം, അവരെല്ലാ വേസ്റ്റുകളും താഴെ ക്യാരി ചെയ്ത് കൊണ്ടുവരും. അത് താഴെ കാത്മണ്ഡൂർ കൊണ്ട് ഡിസ്പോസ് ചെയ്യും. അൾട്ടിമേറ്റ്ലി നമ്മൾ പോകുന്നതും പ്രകൃതിക്ക് ദോഷമാണെങ്കിലും മാക്സിമം ദോഷം ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തിരിച്ചു വന്ന് വിചാരിച്ച് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അവയർനെസ് സ്പ്രെഡ് ചെയ്യാം, അതൊരു ലക്ഷ്യമായിട്ട് എടുക്കുക എന്നുള്ളത് ഞാൻ എടുത്തു. അങ്ങനെയാണ് ഈ 7 സമ്മിറ്റ് എക്സ്പെഡീഷൻസ് മുന്നിൽ വെക്കുന്നത്. അങ്ങനെ എവറസ്റ്റും കിളിമഞ്ചാരം കഴിഞ്ഞ് അടുത്തത് പോകേണ്ട ദെനാലിയാണ്. മൗണ്ട് ദെനാലി, നോർത്ത് അമേരിക്കയിലുള്ള പീക്ക്. അത് എവറസ്റ്റിനേക്കാൾ ഡേഞ്ചറസ് പീക്കാണ്. കാരണം അത് നോർത്ത് പോളിൻ്റെ അടുത്തായിട്ടാണുള്ളത്. അമേരിക്കയിലെ അലാസ്കയിലാണ് പോകേണ്ടത്. അപ്പം ഞാൻ ഫണ്ടേഴ്സിനെയൊക്കെ അന്വേഷിച്ചു, ആരും പൈസ ഒന്നും തന്നില്ല. അപ്പോൾ ഞാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ പഠിച്ചിരുന്ന മുസ്ലിയാർ കോളേജ് എന്ന് പറഞ്ഞ കോളേജുണ്ട് പത്തനംതിട്ടയിലുള്ള, അവരെനിക്ക് 1 ലക്ഷം രൂപ തന്നു. ഞാൻ പഠിച്ച അവിടുത്തെ സ്റ്റുഡൻ്റ് ആണല്ലോ. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തത് എവറസ്റ്റിൽ ഞാൻ അന്ന് രാത്രി ഒരാളുടെ കൂടെ താമസിച്ചെന്ന് പറഞ്ഞത് സുബീർ ബക്ഷി, നൈറ്റിൽ ക്യാമ്പ് 4 താമസിച്ചത്. പുള്ളിക്കാരൻ അമേരിക്കക്കാരനാണ്. അപ്പോൾ അവർ ദെനാലിയിൽ പോകുന്നുണ്ടായിരുന്നു. അവർ 3 പേര്. അപ്പോൾ എന്നെ കൂടെ അവർ ടീമിനകത്താക്കിയിട്ട് മുഴുവൻ ടിക്കറ്റും ചിലവുകളും ഒക്കെ അവരെടുത്ത്, അറിയത്തുപോലില്ല അയാൾ എൻ്റെ മൊത്തം ചിലവുകളെടുത്ത് എന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. അമേരിക്കൻ വിസ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പെട്ടെന്ന് കിട്ടാനൊക്കെ പാടാണല്ലോ. പക്ഷെ അതൊക്കെ ഒരു ദൈവത്തിന്, ഞാൻ പറഞ്ഞില്ലേ, വിളി വന്നു എന്ന് എനിക്ക് മനസ്സിലായി. വിളി വന്നു എന്ന് മനസ്സിലായാൽ ബാക്കി കാര്യങ്ങളൊക്കെ ലൈനപ്പ് ആവും. ഞാനതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എത്ര പ്രതിബന്ധം ഉണ്ടെങ്കിലും അമേരിക്കൻ വിസ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതിനകത്ത് ആൾക്കാർ പറഞ്ഞത് കിട്ടത്തില്ല. അയാൾ പറഞ്ഞു വിസ കിട്ടുവാണെങ്കിൽ ബാക്കി ചിലവേ എടുത്തോ. എനിക്ക് പല രീതിയിലും അത് കിട്ടി. പെട്ടെന്ന് 2 ആഴ്ച കൊണ്ട് വിസ കിട്ടി. എല്ലാം ലൈനപ്പായി. അപ്പോൾ എനിക്ക് മനസ്സിലായി പോകാനുള്ള സമയമെന്ന് മനസ്സിലായി. അപ്പം അങ്ങനെ ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ഇദ്ദേഹത്തിൻ്റെ അവിടെ കൂടുന്നു. ദെനാലിയിലേക്ക് പോകുന്നു. ദെനാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് പോളിൻ്റെ അടുത്താന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെർപ്പമാരില്ല. ഈ 15-21 ദിവസത്തെ എക്സ്പെഡീഷനാണ്. നമ്മൾ ഒറ്റയ്ക്ക് വേണം കാര്യങ്ങൾ മുഴുവൻ ചെയ്യാൻ. അതാണ് അവിടുത്തെ ഡേഞ്ചർ. ഈ എവറസ്റ്റിൽ ഒരുപാട് കുഴികളൊക്കെ ഉണ്ട്. നമുക്ക് ക്രിവാസ് എന്ന് പറഞ്ഞിട്ട് ഈ നമ്മൾ വീണ് പോകാൻ സാധ്യതയുള്ള കുഴികളുണ്ട്. ഇതിന് ചുറ്റും മുകളിൽ കൂടെ ഏണികൾ വെച്ചിട്ടുണ്ട്. ആ ഏണികളിലൂടെ എഴഞ്ഞും നടന്നു നോക്കുവാണെങ്കിൽ നമ്മൾ മുകളിൽ പോയി താഴെ വീണഞ്ഞാൽ പോയി. അപ്പോൾ ഈ ഏണി വെക്കാൻ വേണ്ടി ഐസ് ഫോൾ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് പേരിലുള്ള ഷെർപ്പമാരുണ്ട്. അവർ ഈ നമ്മൾ പോകുന്ന സമയത്തൊക്കെ ആ ഏരിയയിൽ കാണും. കാരണം ഏണി ഒരു സമയത്ത് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ല, ഇതെല്ലാം ഗ്ലേഷ്യേഴ്സാണ്, മൂവിങ്ങാണ്. ഒരു സമയത്ത് വെക്കുന്ന ഏണി കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞിരിക്കും, കുഴി വീഴും. അപ്പോൾ ഇവരെല്ലാം നിരന്തരമായിട്ട് ഇത് വെച്ചുകൊണ്ടിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനത്തെ ഒരു സാധനങ്ങളും ദെനാലിയിലില്ല. ദെനാലിയിൽ കുഴിയിൽ നമ്മൾ വീണ് കഴിഞ്ഞാൽ വീണു. നമ്മൾ 4 പേര് പോകണമെങ്കിൽ 4 പേര് തമ്മിൽ റോപ്പ് ചെയ്തായിരിക്കും പോകുന്നത്. ഒരാൾ കുഴിയിൽ വീണ് കഴിഞ്ഞാലും, കുഴിയെന്ന് വെച്ചാൽ 300 മീറ്ററൊക്കെയുള്ള താഴ്ചയുള്ള സാധനമാണ്. ഇത് കാണത്തില്ല, മഞ്ഞ് മൂടി ഇങ്ങനെ കിടക്കും. നമ്മൾ ഫ്രണ്ടിൽ കാല് വെക്കുമ്പോൾ നമ്മൾ താഴേക്ക് അങ്ങ് പോകും. അതാണ് ദെനാലിയിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം. പിന്നെ മാത്രമല്ല, എവറസ്റ്റിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഷെർപ്പന്മാരുണ്ട്. അവർ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 40-50 കിലോ ഒക്കെ അവർ തോളത്ത് തൂക്കും. നമ്മുടെ ഇതൊക്കെ എടുത്തിട്ട് നമുക്കൊരു 15-20 കിലോ തൂക്കിയാൽ മതി. പക്ഷേ ഈ ദെനാലിയിൽ നമ്മൾ 21 ദിവസമുള്ള ഭക്ഷണവും നമ്മൾ ഉപേക്ഷിക്കുന്ന വേസ്റ്റും നമ്മുടെ മാലിന്യവും നമ്മുടെ വിസർജ്യവും എല്ലാം നമ്മൾ തന്നെ ക്യാരി ചെയ്യണം. 70 കിലോ നമ്മൾ തന്നെ ദെനാലിയിൽ ക്യാരി ചെയ്യണം 21 ദിവസം. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ റിസ്ക്. എൻ്റെ പുറത്തെ ഒരു എല്ല് വരെ പൊട്ടുന്ന അവസ്ഥ വന്നു. കാരണം ഒരു 25 കിലോ തോളത്തിടണം, ബാക്കി 40 കിലോ സ്ലഡ്ജിൽ കെട്ടി നമ്മൾ വലിക്കണം. കാളവണ്ടി വലിക്കുന്നവർ നമ്മൾ വലിക്കണം, വലിച്ച് വേണം മേളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതാണ് ഇന്ത്യക്കാർ വളരെ കുറച്ച് പേരെ അവിടെ പോയിട്ടുള്ളൂ ചെയ്യാൻ. വിസർജ്യമൊക്കെ നമ്മൾ കൊണ്ട് തന്നെ പോകണം.
നമുക്ക് തിരിച്ചും കൊണ്ടുവരണം. നമുക്ക് അവിടുത്തെ ഒരു റേഞ്ചർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആ. നമുക്ക് ആ പാർക്ക്, ദെനാലി നാഷണൽ പാർക്കിന്റെ പാർക്ക് റേഞ്ചർ നമ്മളെ വിളിച്ചിട്ട് വലിയൊരു ചായ സൽക്കാരമൊക്കെ തന്നിട്ട് അവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും ഈ പാർക്കിന്റെ പരിശുദ്ധിയെ പറ്റി. എന്നിട്ട് നമുക്കൊരു പാട്ട തരും, ഒരു പച്ചപ്പാട്ട. ഇതിനകത്ത് നമ്മൾ 21 ദിവസവും നമ്മുടെ മാലിന്യം ഇതിനകത്ത് തന്നെ ഇടണം. നമുക്ക് യൂറിൻ പുറത്ത് ചെയ്യാനുള്ള പ്രത്യേക സ്ഥലങ്ങളുണ്ട്. ബാക്കി നമ്മുടെ പൂവ് നമ്മൾ ഇതിനകത്ത് കളക്ട് ചെയ്തുകൊണ്ട് വരണം. ഒരു പ്രത്യേകതരം പൊടിയും തരും. ഈ ISRO അല്ലെങ്കിൽ ISR അല്ല നാസയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം പൊടി തരും. ഈ പൊടി ഇട്ട് കഴിഞ്ഞാൽ ഈ നാറ്റമൊക്കെ പോയതിൻ്റെ. അപ്പോൾ ആ പൊടിയൊക്കെ നമ്മൾ അങ്ങോട്ട് പോകുമ്പം ബാക്കി വെയിറ്റ് ഭക്ഷണം 21 ദിവസം ഭക്ഷണം കൊണ്ടുപോകണമല്ലോ, അത് കുറയും തോറും ഇത് കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായി? അൾട്ടിമേറ്റ്ലി വെയിറ്റ് ഏകദേശം ഒരുപോലെ. തിരിച്ചു കൊണ്ടുവന്ന് തൂക്കി നോക്കും. വെയിറ്റ് കുറവാണ് അവന്മാർ നമുക്ക് ഫൈൻ അടിക്കും. കാരണം അത്രയ്ക്ക് അവരാണ് പ്രിസ്റ്റീൻ ആയിട്ടുള്ള സ്ഥലമാണ്. അവരവിടെ ഉപേക്ഷിക്കാൻ സമ്മതിക്കത്തില്ല. എവറസ്റ്റിൽ വേസ്റ്റ് കിടക്കുന്നത് നേപ്പാൾ സർക്കാരിൻ്റെ കയ്യിൽ പോകണ്ട, മറ്റേത് അമേരിക്കയുടെ കയ്യിലായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഞങ്ങൾ 4 പേരാന്ന് പറഞ്ഞല്ലോ, ഞാനും ഈ അമേരിക്കക്കാരനും അങ്ങേരുടെ 2 ഫ്രണ്ടുമാണ് പോകുന്നത്. അപ്പോൾ അവർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് ടീം 2 ആയിട്ട് സ്പ്ലിറ്റായി. അപ്പോൾ അവർ 2 പേര് ഭാര്യയും ഭർത്താവും അവരൊറ്റയ്ക്ക് പോയി, ഞാനും ഇങ്ങേരുടെ പോയി. അപ്പോൾ സാറ്റലൈറ്റ് ഫോണൊക്കെ മറ്റവരുടെ കയ്യിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സാറ്റലൈറ്റ് ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കാര്യം മാത്രം പറയാം. നമ്മൾ ദെനാലിയിലോട്ട് ദെനാലിയുടെ ക്യാമ്പ് 4 എത്തുന്നതിന് മുമ്പ് ഒരു വലിയ ഏരിയ ഉണ്ട്, പോളോ ഫീൽഡ് എന്നാണ് പറയുന്നത്. ആ ഏരിയയുടെ പേര് പോളോ ഫീൽഡ് എന്ന്. അവിടെ ഈ മൈൻസ് ഇരിക്കുന്ന പോലെ നിറയെ കുഴികളാണ്. അപ്പോൾ ദെനാലിൽ ഞങ്ങളീ പോകുന്ന സമയത്ത് രാത്രിയില്ല, പകൽ മാത്രമേ ഉള്ളൂ. കാരണം നോർത്ത് സൈഡിലാണല്ലോ. രാത്രി നമ്മളിവിടുത്തെ 12 മണി കഴിക്കുമ്പോൾ സൂര്യനൊന്നും മങ്ങും, പക്ഷെ എന്നാലും വെളിച്ചമുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ യാത്ര ചെയ്യാം, തണുപ്പിച്ചിട്ട് കൂടുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ആ ഒരു വെളിച്ചത്തിൻ്റെ പ്രശ്നമില്ലാത്തവർ നമ്മൾ രാത്രിയും പകലും ഒക്കെ യാത്ര ചെയ്തങ്ങ് പോകും. ഈ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് ഞാനും ഇദ്ദേഹം സുബീർ ബക്ഷി മാത്രമേ ഉള്ളല്ലോ. ഞങ്ങൾ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്തെത്തുക. അപ്പം വേറെ ആരുമില്ല, ഞങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ. മഞ്ഞ് മാത്രമേ ഉള്ളൂ, മഞ്ഞ് കടലാണ് മൊത്തം. ഒന്നും നമുക്ക് മലയിൽ കൂടി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. കാറ്റും ഇടയ്ക്ക് കോട വന്ന് മൊത്തം മറയ്ക്കും. വഴി കാണിക്കാൻ വേണ്ടി ചെറിയ ഈർക്കിൽ പോലെ സാധനം മാത്രമേ കുത്തി വെച്ചിട്ടുള്ളൂ. ഇത് പറന്നു പോയി കഴിഞ്ഞാൽ വഴി കാണത്തില്ല. അമേരിക്കക്കാർ ഭയങ്കര അഡ്വഞ്ചറസ് ആണ്. എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായി. അവർ ഇതിന് വേണ്ടി വെച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ടി എന്തും ചെയ്യാം. അവിടെ ഇപ്പം ബോർഡ് വെക്കാം, പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല അവർ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഞാനും ഇങ്ങനെ താമസിക്കാൻ സ്ഥലം അന്വേഷിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. രാത്രി മങ്ങൽ വന്നു, മീൻസ് ഒരു സൂര്യൻ്റെ ചെറിയ മങ്ങൽ വന്നുകൊണ്ട് ഈ ബ്ലൂ ഐസിൻ്റെ മുകളിലാണ് നമ്മൾ താമസിക്കുന്നത്. ബ്ലൂ ഐസ് പറഞ്ഞാൽ ഹാർഡ് ഐസാണ്. അവിടെ കുഴിയൊന്നും കാണത്തില്ല. വൈറ്റ് ഐസ് ആണെങ്കിൽ അവിടെ ക്രിവാസ് കാണും, കുഴി കാണാൻ സാധ്യതയുണ്ട്. ഈ മങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് ബ്ലൂ ഐസും വൈറ്റ് ഐസും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങളവിടെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി സ്ഥലം കണ്ടെത്തി. അപ്പോൾ ഞങ്ങളുടെ ടെൻ്റ് എടുത്ത് പുറത്ത് മൗണ്ടൻ ഹാർഡ്വെയറിൻ്റെ ടാങ്കോ 3 എന്ന് പറഞ്ഞ ടെൻറ്റാണ്. അപ്പോൾ ഇതിൻ്റെ വലിയൊരു കമ്പി ഞങ്ങൾ പുറത്തെടുത്തപ്പോൾ തന്നെ ഇങ്ങേരുടെ കയ്യിൽ നിന്ന് ഈ കമ്പി ഞങ്ങൾ പറന്നുപോയി കാറ്റടിച്ചിട്ട്. കമ്പി ഒരു കൊക്കയുടെ സൈഡിൽ പോയി നിൽക്കുക. ഈ കമ്പി കൊക്കയിൽ പോയാൽ ഞങ്ങൾ മരിക്കും. കാരണം ഞങ്ങൾക്ക് പിന്നെ ടെൻറ്റില്ലെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. അന്ന് രാത്രി നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ഉള്ള തീപ്പെട്ടി അടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മരിക്കും, ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ആ ഒരവസ്ഥയിലാണ് നമ്മളവിടെ പോകുന്നത്. അതാണ് പ്രത്യേകത. അപ്പോൾ ഇത് പോയപ്പോൾ ഇങ്ങേറെ കൺട്രോൾ പോയി. അപ്പോൾ ഞാൻ ടെൻറ്റ് പിച്ച് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ്. ഞാൻ കാലിലെ ക്രാമ്പോണൊക്കെ ഊരിയിട്ടാണ് നിൽക്കുന്നത്. കാരണം അവിടെ ടെൻറ്റ് പിച്ച് ചെയ്ത് കിടക്കാമല്ലോ. അപ്പോൾ ക്രാമ്പോൺ ഇല്ല. അപ്പോൾ ഇത് പോയപ്പോൾ ഇയാൾ നിലവിളിച്ച്, ഞാൻ 50 വയസ്സുള്ള മനുഷ്യനാണ്. ഇയാൾ വിളിച്ചപ്പോൾ ഞാൻ ഓടി ഇത് എടുക്കാൻ പോയി. ബ്ലൂ ഐസിലോട്ട് ഞാൻ കാല് വെച്ചപ്പോൾ തന്നെ പട്ടാന്ന് അടിച്ച് അവർ വീഴ്ച. അവിടെ ഏതോ സ്ഥലത്ത് ഐസിൻ്റെ മണ്ടയ്ക്ക് ഞാൻ പൊങ്ങത്തില്ലെന്ന് വിചാരിച്ചു. കാരണം നട്ടു ഇടിച്ച് തലയിടിച്ചൊരു വീഴ്ച വീണത്. ഞാൻ 1 മിനിറ്റ് അവിടെ കിടന്ന ഐസിൽ. അപ്പോൾ അയാൾ ഒന്നിനെ പൊക്കി. ഞാൻ നോക്കി എൻ്റെ ശരീരമൊക്കെ ഉണ്ടോ എന്ന് നോക്കി. ഒന്നി തല പൊട്ടും, ഇല്ലെങ്കിൽ ഒന്നും സംഭവിച്ചില്ല. ആ കമ്പ് പറന്നു പോയതുമില്ല. ആ കമ്പ് എടുത്ത് തിരിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന് ടെൻ്റ് ഉണ്ടാക്കി കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഞങ്ങൾ കിടന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു വലിയ ക്രിവാസായിരുന്നു. വലിയ അഗാധമായ ഗർത്തത്തിന് മണ്ടക്കുള്ള ഒരു നൈസ് പാളിയുടെ മണ്ടയ്ക്കാണ് കിടന്നത്. നല്ലതായിട്ടൊന്ന് കുലുങ്ങിയായിരുന്നു. ഇത് ഇടിഞ്ഞ് ഞങ്ങൾ താഴേക്ക് പോയി. ഒരാളും അറിയാതെ അടുത്ത ദിവസം രാവിലെ വീണ്ടും ഇവിടെ മഞ്ഞ് വന്നേനെ. രാവിലെ എഴുന്നേറ്റപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോകുന്നത്. പെട്ടെന്ന് ഞങ്ങൾ ആ ഏരിയ മാറി വീണ്ടും മുന്നോട്ട് പോയി. അപ്പം ഞങ്ങൾ വീണ്ടും സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഭയങ്കര കൊടുങ്കാറ്റിൽ ഞങ്ങൾ പെട്ടു. അപ്പോൾ നമുക്ക് -51 ഡിഗ്രി വരെ അവിടെ താങ്ങേണ്ട വന്നു. ലോകത്ത് ഞാൻ ഇതുവരെ ഏത് പർവ്വത്തിൽ പോയിട്ട് -51 താങ്ങേണ്ട വന്നിട്ടില്ല. എവറസ്റ്റ് -40 വരെ ഉള്ളായിരുന്നു. -50 വന്നപ്പോൾ ഞങ്ങളുടെ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇത് താങ്ങാൻ പറ്റാതായി. അവസാനം സ്ലീപ്പിംഗ് ബാഗ് എടുത്ത് ഞങ്ങൾ അതിനകത്ത് കയറി കിടന്നു. കാരണം ഞങ്ങളുടെ ഡ്രസ്സ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്ലീപ്പിംഗ് ബാഗ് ഇട്ട് കയറി കിടന്നു. അപ്പോൾ എൻ്റെ കൂടെ സുബീർ ബക്ഷി കയ്യിൽ ഫ്രോസ്റ്റ് ബൈറ്റ് ഒക്കെ ആയി, അങ്ങനെ വിരൽ മുറിച്ച് കയറേണ്ട അവസ്ഥയായി. എന്നിട്ട് ആ വഴി കൂടെ ഞങ്ങൾ തിരിച്ചു വന്ന് വീണ്ടും ഈ സെയിം പോളാർ ഫീൽഡ് അവിടെ വന്നപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് വഴി തെറ്റി. മീൻസ് ഈ ചെറിയ കമ്പുകളൊക്കെ പറന്നുപോയി. ഞാൻ ഇങ്ങനെ മാത്രമേ ഉള്ളൂ. പറന്നു പോയിട്ട് വഴി തെറ്റി ഇതുവഴിയൊക്കെ നടന്നിട്ട് ഇങ്ങനെ ഞാൻ നിർത്തിയിട്ട് വഴി കാണണമെങ്കിൽ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മലയുടെ ഏറ്റവും മുകളിൽ പോയിട്ട് നോക്കും. എന്നാൽ മാത്രം വഴി അറിയത്തുള്ളൂ. മഞ്ഞ് വന്ന് കാറ്റടിക്കുമ്പോൾ ഈ മഞ്ഞിനും കൂടെ കൊണ്ടുവന്നിട്ട് ആൾക്കാർ നടന്ന വഴിയൊക്കെ അപ്പം തന്നെ മാച്ച് കളയും. നമുക്ക് അറിയാൻ പറ്റാതായി പോകും. കോട പോലെ ഇങ്ങനെ പെട്ടെന്ന് മഞ്ഞുകൾ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പോകും. ഇങ്ങനെ നിർത്തിയിട്ട് തിരിച്ച് ഞാൻ വന്ന് വഴി കണ്ടിട്ട് തിരിച്ച് ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാനൊരു ക്രിവാസിലങ്ങ് വീണു. ക്രിവാസിൽ വീണപ്പോൾ എൻ്റെ ഐസാക്സ് ഉണ്ടായിരുന്നു.
വെട്ടി കയറാൻ പറ്റുന്നത്. ഇത് വെച്ചിട്ട് ഞാൻ വെട്ടി കയറി, എൻ്റെ കയ്യിൽ ഗ്ലൗസ് ഒക്കെ കുഴിയിൽ പോയി. വേറെ ആരുമില്ല, ആ സമയം പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയുള്ള സ്ഥലമാണ്. അതിൻ്റെ അങ്ങേരെ ഞാൻ വീണ്ടും അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് വന്നിട്ടാണ് തിരിച്ച് ഞങ്ങൾ ആ മൗണ്ടൻ ഇറങ്ങുന്നത്. ഈ ദെനാലിയിലും ഈ പറയുന്ന എവറസ്റ്റിലും ഉണ്ടായ അനുഭവങ്ങൾ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. എന്നിട്ടും ഞാൻ നിർത്തിയില്ല. എന്നിട്ട് ഈ ദെനാലി കഴിഞ്ഞിട്ട് എവിടെ പോയി, ദെനാലി കഴിഞ്ഞപ്പോഴത്തെ എനിക്കൊരു സ്പോൺസറെ കിട്ടി. അൽ മുക്താദിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞൊരു ജ്വല്ലറി ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുതലാളി എനിക്ക് ഒറ്റയ്ക്ക് കിട്ടി. പുള്ളിക്കാരൻ എനിക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റി. പുള്ളിക്കാരന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം എനിക്ക് റഷ്യയിലെയും അന്റാർട്ടിക്കയിലെയും പിന്നെ അക്കൻകാഗോയിലെയും സ്പോൺസർ ചെയ്തു. 3 സ്പോൺസർ ചെയ്തു. അപ്പോൾ 2023 സെപ്റ്റംബർ 2 ഞാൻ യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ളത് റഷ്യയിലാണ്, എൽബ്രൂസ്. അത് പോയി കയറി. ഇത് കയറുന്നതിൻ്റെ ഇടയ്ക്ക് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കയറുകയാണ്. അപ്പം സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് സീസൺ വളരെ മോശമാകും. ശരിക്കും ജൂൺ ജൂലൈ ആഗസ്റ്റാണ് സീസൺ. അപ്പോൾ എനിക്ക് ആ വർഷം കയറിയേ പറ്റും. അപ്പം ഞാൻ പോയി. അപ്പോൾ എനിക്ക് നല്ല ഗൈഡിനെ കിട്ടി. അങ്ങനെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ മരം വെട്ടുകാരനാണ് ഗൈഡ്. അങ്ങനെ മരം വെട്ട് സീസൺ അല്ലാത്ത സമയത്ത് ഇവിടെ ഗൈഡായിട്ട് വരും മല കയറാൻ വേണ്ടി. അപ്പോൾ ഇങ്ങേര് നമ്മുടെ കൂടെ മുകളിലോട്ട് വരും. അപ്പോൾ ഇങ്ങേര് പറഞ്ഞു അടുത്ത ദിവസം വെതർ മോശമാണ്, 3 ദിവസം വെതർ മോശമാണ്, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ എത്തിയപ്പോൾ കയറേണ്ട സമയമായി. അപ്പം ഫുൾ വൈറ്റ് ഔട്ട്, നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെ 9 പ്രാവശ്യമായിട്ട് ആ മല കയറുന്ന മനുഷ്യനാണ്. അങ്ങനെ പറഞ്ഞു എനിക്ക് നിങ്ങൾ നല്ല ക്ലൈംബറാണെന്നറിയാം, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ പോര്, എൻ്റെ പാദം പിന്തുടർന്നാൽ മതി, മുകളിലെത്താമെന്ന് പറഞ്ഞു. 7 മണിക്കൂർ അയാളുടെ പാദം നോക്കി നടന്ന് മുകളിലെത്തി. വേറെ ഒന്നും കാണാൻ പറ്റത്തില്ല, ഫുൾ വൈറ്റ് ആയിരുന്നു. ആ മുകളിലെത്തിയപ്പോൾ ഉള്ള പ്രശ്നം ഇടിമിന്നൽ ഉണ്ടാവുകയാണ്. നമ്മളെങ്ങനെ അറിയുന്നത് അറിയാമോ? ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ഈ മലയുടെ മുകളിൽ വശം ചാർജ് ചെയ്യും. ഇടി വെട്ടാൻ പോകുന്ന സ്ഥലം ഈ വെട്ടുന്നതിന് മുമ്പേ ചാർജ് ചെയ്യും. നമ്മുടെ രോമമൊക്കെ എഴുന്നേറ്റ് നിൽക്കും. അപ്പം ഞങ്ങൾ മുകളിലെത്താറായപ്പോൾ അയാൾ പറഞ്ഞു ഇനി കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ചാർജിങ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മുടിയും ഈ രോമമൊക്കെ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി. പിന്നെ പെട്ടെന്ന് കയറി ഫോട്ടോ എടുത്തിട്ട് തിരിച്ചിറങ്ങുക ചെയ്തത്. അപ്പം ഈ അടുത്ത ഇടി അവിടെ വെട്ടുന്നതെന്ന് ഉറപ്പാണ്. എന്തോ ഇലക്ട്രോ ചാർജിങ് ഉണ്ട്. അപ്പം അങ്ങനെ അതും അനുഭവിച്ച് തിരിച്ച് താഴേക്ക് വന്നു. അതിനുശേഷം 2023 നവംബറിൽ ഞാൻ ചിലിയിലേക്ക് പോയി. അന്റാർട്ടിക്കയിലെ സീസൺ അപ്പോഴാണ്. അന്റാർട്ടിക്കയിൽ നമ്മൾ ചിലിയിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ചാർട്ടേഡ് വിമാനം എടുക്കണം. ചാർട്ടേഡ് വിമാനം 70 പേര് ചേർന്ന് 350 പേർക്ക് ഇരിക്കാനുള്ള വിമാനം എടുത്ത് ഈ അന്റാർട്ടിക്കയുടെ നടുക്ക് ഒരു ബ്ലൂ ഐസ് റൺവേ ഉണ്ട്. സാധാരണ ടൂറിസ്റ്റുകൾ പോകുന്ന സ്ഥലമല്ല ഇത്. ടൂറിസ്റ്റുകൾ ഇതിന് ചുറ്റുമാണ് പോകുന്നത്. ഈ നടുക്ക് പോയി നമ്മൾ ഇറങ്ങുന്നു. ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു 20 ദിവസത്തെ എക്സ്പെഡീഷനാണ്. 18 ദിവസം കഴിഞ്ഞ് നമ്മുടെ ഈ വിമാനം തിരിച്ചു വരത്തുള്ളൂ. ആ 18 ദിവസത്തിനുള്ളിൽ ഹാർട്ട് അറ്റാക്ക് വന്നാൽ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാൽ രക്ഷിക്കാൻ ഒന്നുമില്ല. ഇൻ്റർനാഷണൽ ഇൻഷുറൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റില്ല. അവിടെ നിന്ന് വേറെ ഒന്നുമില്ല, ഒരു സർവീസും ഇല്ല. നമ്മൾ പോയാൽ തീർന്നു. അപ്പോൾ ഞങ്ങൾ 6 പേരുടെ ഗ്രൂപ്പാണ് പോകുന്നത്. ഞങ്ങൾ അത് വല്ലാത്തൊരു ലോകം തന്നെയാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. അന്റാർട്ടിക്കയിൽ ഈ ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് യൂണിയൻ ഗ്ലേഷ്യർ ക്യാമ്പ് എന്നാണ് പേര്. യൂണിയൻ ഗ്ലേഷ്യർ ക്യാമ്പ് അവിടെ ലോകത്തിലെ ഏറ്റവും പൈസയുള്ള ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. ടൂറിസ്റ്റുകൾ കൂടുതലായിട്ട് വരുന്നത് ഒന്ന് ഈ അന്റാർട്ടിക്കയിലെ മല കയറാൻ വേണ്ടിയിട്ട്, 2 പെൻഗ്വിൻസിനെ കാണാൻ വേണ്ടിയിട്ട്, 3 സൗത്ത് പോളിലേക്ക് പറന്നു പോകാൻ വേണ്ടിയിട്ട്, 4 സൗത്ത് പോളിൻ്റെ തൊട്ട് മുമ്പ് 89 ഡിഗ്രിയിൽ പോയി ഇവർ ഇറങ്ങിയിട്ട് 5 ദിവസം കൊണ്ട് നടന്നു പോകും. ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ടൂറിസ്റ്റുകൾ അവിടെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ മൗണ്ടൻ കയറാൻ വേണ്ടിയാണ് ചെല്ലുന്നത്. അപ്പോൾ അതിനകത്തുള്ള അന്റാർട്ടിക്കയിലെ ഒരു കഥ മാത്രം പറയാം. അന്റാർട്ടിക്കയിലെ വർണ്ണിക്കണമെങ്കിൽ ഒരുപാട് നേരം പറയണം. ഞങ്ങൾ അന്റാർട്ടിക്ക സബ്മിറ്റ് ചെയ്തു. അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ദെനാലി സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഈ സുബീർ ബക്ഷിയുണ്ട് കൂടെ. പുള്ളിക്കാരന് ഈ സ്പീഡ് കുറവായതുകൊണ്ട് കമ്പനി സമ്മതിക്കുന്നില്ല പുള്ളിക്കാരൻ മേലോട്ട് വരാൻ വേണ്ടി. അങ്ങനെ പുള്ളിക്കാരനെ തിരിച്ചു വിട്ടു. സബ്മിറ്റ് ചെയ്യാൻ പുള്ളിക്ക് കൂടെ വന്നില്ല. മേളിലെത്തിയ സമയത്ത് ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഗ്ലൗസ് ഊരി ഒരു 15 സെക്കൻഡ് ഞാൻ ഫോട്ടോയും വീഡിയോ എടുത്ത് തിരിച്ചു വെച്ചപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ഫ്രോസ്റ്റ് ബൈറ്റ് ആയി. എൻ്റെ 2 വിരൽ മുറിച്ച് കളയേണ്ട അവസ്ഥയായി. പക്ഷെ ഞാൻ ഈ സൗത്ത് അമേരിക്കയിലേക്ക് പോയത് ഈ അന്റാർട്ടിക്ക കഴിഞ്ഞ് സൗത്ത് അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള അക്കൻകാഗ്വയുണ്ട്. അതിരിക്കുന്നത് അർജൻറ്റീനയിലെ മെൻഡോസ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതും കയറി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതവും കയറിയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം ഒരു ടിക്കറ്റ് എടുത്ത് ഇത് 3 നടക്കുമല്ലോ. അന്റാർട്ടിക്കയിൽ പോകണമെങ്കിൽ 50 ലക്ഷം രൂപ വേണം. അപ്പോൾ ഞാനത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. തിരിച്ചു വേണമെങ്കിൽ എനിക്ക് വീട്ടിൽ വരാമായിരുന്നു. പക്ഷെ തിരിച്ച് വീട്ടിൽ വരാതെ ഈ പറയുന്ന കയ്യിലുള്ള ഈ ഫ്രോസ്റ്റ് ബൈറ്റും വെച്ചിട്ട് ഞാൻ അർജൻറ്റീനയിൽ പോവാണ്. അർജൻറ്റീനയിൽ പോയിട്ട് അക്കൻകാഗ്വ എന്ന് പറഞ്ഞ പർവ്വതമുണ്ട്. സൗത്ത് അമേരിക്കയിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ്. അതിൻ്റെ പ്രത്യേകത പെസഫിക് ഓഷ്യൻ്റെ സൈഡിലാണ് ഇത് കിടക്കുന്നത്. ഈ ആൻഡീസ് പർവ്വതനിരയിലാണ് ഇതുള്ളത്. പെസഫിക് ഓഷ്യനിലുള്ള കാറ്റ് മൂലം ഭയങ്കര വിൻചില്ലാണ് ഇവിടെ. -30 ആണെങ്കിൽ കാറ്റടിച്ചാൽ -50 ആവും. അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം എൻ്റെ കയ്യിൽ വീണ്ടും ഒന്നുകൂടെ ഫ്രീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫ്രോസ്റ്റ് ബൈറ്റിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഫ്രീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഫ്രീസ് ആവാൻ പാടില്ല. ഫ്രീസ് ആയി കഴിഞ്ഞാൽ പിന്നെ മുറിച്ച് കളയേണ്ട വരും. ഞാൻ ആ എക്സ്പെഡീഷൻ എൻ്റെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രീസ് ആവാതെ നോക്കാമെന്ന്. എൻ്റെ ഗ്ലൗസ് ഊരാൻ പറ്റത്തില്ല.
അങ്ങനെ ഡേഞ്ചറസ് ആയിട്ട് ആ എക്സ്പെഡീഷൻ ചെയ്തു. അതിനുശേഷം തിരിച്ച് ഞാൻ വീണ്ടും ചിലിയിൽ പോയിട്ട് അറ്റക്കാമ ഡെസേർട്ടിന് നടുക്കാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടി അഗ്നിപർവ്വതം ഇരിക്കുന്നത്, ഹോഹോസ് ഡെൽ സലാഡോ. അപ്പോൾ ആ ഒരു ടീമിനെ കണ്ടുപിടിച്ച് അതും ചെയ്തു. അത് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എൻ്റെ കയ്യിൽ ഈ ഫ്രോസ്പൈറ്റ് ഉണ്ട്. അതും ഭയങ്കര എനിക്ക് ഡിഫിക്കൽട്ടാണ്. നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം ചെയ്തിട്ടാണ് തിരിച്ച് ഞാൻ വന്നത്. ഇതൊക്കെ ഞാനിങ്ങനെ ഇവിടെ ഇരുന്ന് കേൾക്കുക, ഏതൊക്കെ രാജ്യത്തെ ഏതൊക്കെ പർവ്വതങ്ങൾ, ഈ പർവ്വതങ്ങളുടെ കഥ തന്നെ അങ്ങോട്ട് പോകുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമാണ്. അപ്പോൾ കുറേ പർവ്വതങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഈ പർവ്വതങ്ങളൊക്കെ എവിടെയൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്കിതൊക്കെ ഏത് രാജ്യത്തെന്ന് പോലും അറിയില്ലായിരുന്നു. അവിടെയൊക്കെ പോയിട്ട് കീഴടക്കിയിട്ട് ദേ വന്ന് മുമ്പിലിരിക്കുന്നു. ഇത് വേറെ ലെവലാണ്. ഇനി അടുത്ത് എന്താണ്? ഇതേ സാധനം തന്നെയാണ്. അടുത്തത് 7 ഭൂഖണ്ഡങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു പർവ്വതമുണ്ട്. ഇനി ഓസ്ട്രേലിയയിലാണ് പർവ്വതം ഉള്ളത്. മൗണ്ട് കോഷിയോസ്കോ എന്നാണ് അതിൻ്റെ പേര്. അത് 2200 മീറ്ററേ ഉള്ളൂ. പക്ഷെ അത് വിൻ്ററിൽ കയറാൻ പാടാം. ഞാൻ ഓഗസ്റ്റ് 15-ാം തീയതി അതിൻ്റെ മുകളിൽ കയറിയിട്ട് ദേശീയ പതാക പറപ്പിക്കണമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ എൻ്റെ ഈ 7 സമ്മിറ്റ് കംപ്ലീറ്റ് ആവും. മൗണ്ടനേഴ്സിൻ്റെ ഇടയ്ക്കുള്ളൊരു നല്ല പേര് കിട്ടുന്നൊരു സാധനമാണ് 7 സമ്മിറ്റ്. അപ്പം ഈ വിൻ്ററിൽ പോകുന്നത് ഡിഫിക്കൽട്ടാണ്. ഞാൻ ഓസ്ട്രേലിയ ഫ്രണ്ട്സിനോടൊക്കെ വിളിച്ച് ചോദിച്ചിട്ടിരിക്കുകയാണ്. അവിടെ പലരും അവിടുത്തെ നാഷണൽ പാർക്കിൻ്റെ റേഞ്ചേഴ്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് 15 ഓപ്പൺ ആണോ എന്ന്. കാരണം ഇപ്പോൾ ഓസ്ട്രേലിയ വിൻ്ററാണ്. അവിടുത്തെ സ്നോയി മൗണ്ടൻസ് എന്ന് പറഞ്ഞ മൗണ്ടൻസിലാണ് ഈ പറയുന്ന ഈ മൗണ്ട് കോഷിയോസ്കോ ഉള്ളത്. അല്ലാതെ നമ്മൾ കയറുന്നത് പപ്പുവയിലുള്ള ഇന്തോനേഷ്യയുടെ ഭാഗമായിട്ടുള്ള പപ്പുവയിലുള്ള മൗണ്ട് കാസ്റ്റൻസ് പിരമിഡ് എന്ന് പറയും. പുങ്കക് ജയ എന്നാണ് അവരുടെ നാട്ടിൽ പറയുന്നത്. ഇത് ഓഷ്യാന എന്ന് പറഞ്ഞ റീജിയനിലാണ് ഈ ഓസ്ട്രേലിയയും ഈ പറയുന്ന ഇന്തോനേഷ്യയൊക്കെ വരുന്നത്. അപ്പോൾ ഓഷ്യാനയിലെ ഏറ്റവും ഉയരം കൂടിയത് കാസ്റ്റൻസ് പിരമിഡാണ്, പുങ്കക് ജയ. അതിപ്പോൾ പൂട്ടിയിട്ടിരിക്കുക. അത് ഏതോ ന്യൂസിലാൻഡ് ക്ലൈംബറെ അവിടുത്തെ കുറച്ച് ആദിവാസികൾ പിടിച്ചു വെച്ചേക്കുന്നതുകൊണ്ട് മേലോട്ട് വിടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ 7 സമ്മിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഓസ്ട്രേലിയയിലാണ് പോകുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നല്ലൊരു സ്പോൺസറെ തപ്പിയെടുത്ത് എൻ്റെ മൊത്തം പ്രൊജക്റ്റ് എല്ലാ രാജ്യങ്ങളിലെ ഉയരം കൂടിയ കൊടുമുടികൾ കയറുക എന്നുള്ളതാണ്. 195 കൺട്രീസിലെയും ഉയരം കൂടിയ കൊടുമുടികൾ കയറുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്ന ആദ്യത്തെ മനുഷ്യനാവാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. ഇത് ചെയ്യുന്ന ആദ്യത്തെ മലയാളിയാണ്. പക്ഷേ ആദ്യത്തെ മനുഷ്യനാണ്. ഒരുപാട് കടമ്പകളുണ്ട്, ഫിനാൻഷ്യലുണ്ട്, പിന്നെ ഹെൽത്ത് വൈസ് ഉണ്ട്. അപ്പോൾ അതിനോട്ടുള്ളൊരു ശ്രമത്തിൽ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ലെവല്. ചിരിക്കണോ കരയണോ ഓടണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ തലയ്ക്കകത്ത് ഇത്രയും വലിയ സംഭവങ്ങളുമായിട്ട് നടക്കുകയാണ്. എന്തായാലും ഇതൊക്കെ സാധിക്കട്ടെ എന്ന് പോലും എനിക്ക് പറയാൻ വയ്യ. കാരണം എനിക്കറിയില്ല ഇതെങ്ങനെയാണ് സംഭവം എന്നുള്ളത്. എന്തായാലും നിങ്ങൾ വേറെ ലെവൽ. താങ്ക് യു. കഥ തുടരുന്നില്ല, ഇത് തുടരുകയാണ്. പക്ഷെ നമ്മൾ ഈ പറയുന്ന 1.5 മണിക്കൂറോ ഇല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് കക്ഷിയെ മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് മനസ്സിലായി. അടിപൊളി. ശരി, താങ്ക് യു.